ഞാൻ പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഇപ്പം ഒരു മലയാളിയുടെ പുറത്ത്, ഒരു കേരളീയൻ്റെ പുറത്ത് 2 തരത്തിലുള്ള കടമാണല്ലോ വരുന്നത്. ഒന്ന് സംസ്ഥാനം എടുക്കുന്ന കടം, വേറൊന്ന് കേന്ദ്രം എടുക്കുന്ന കടം. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് സംസ്ഥാനം എടുക്കുന്ന കടത്തിനെക്കുറിച്ച്. കേന്ദ്രം എടുക്കുന്ന കടത്തെക്കുറിച്ച് ആരും പറയത്തില്ല. അതെന്താണ് ശരിക്കും? അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് ദേശീയ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 58 മുതൽ 60% വരെ കേന്ദ്ര കടമാണ്. നമ്മുടെ കടം, സംസ്ഥാനം ഉണ്ടാക്കുന്ന കടം 30 മുതൽ 31% വരെയാണ്. അപ്പോൾ ഈ കടത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ 60% കേന്ദ്രത്തിൽ നിന്നാണ് ഒരു ആവറേജ് മലയാളിയുടെ പുറത്ത് വരുന്നത്, ഒരു ആവറേജ് കേരളീയൻ്റെ പുറത്ത് വരുന്നതെന്ന് ഞാൻ പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വീട്ടണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒന്നിൽ ടാക്സ് കൊടുക്കണം, ഡയറക്റ്റ് കൊടുക്കണം, ഇൻഡയറക്റ്റ് കൊടുക്കണം, എന്തെങ്കിലും ടാക്സോ ഫീസോ കൊടുത്തിട്ടല്ലേ ഇത് വീട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ കടം എങ്ങനെയാണോ വരുന്നതെന്ന് പറഞ്ഞാൽ ആ കടത്തിനകത്ത് 2 കോമ്പണൻസ് ഉണ്ട്. കേന്ദ്രം ഉണ്ടാക്കുന്നത്, കേരളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കടക്കണി, കേരളം കടക്കണിയിലാന്ന് പറയുമ്പോൾ എന്താ വിശേഷിപ്പിക്കുന്നത്? അങ്ങനെ ഈ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂ? കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കടമെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഇന്നത്തെ ആധുനിക ധനകാര്യ ശാസ്ത്രത്തിൽ മണ്ടത്തരവുമാണ്. കാരണം എല്ലാ മാർക്കറ്റുകളും ഇന്ന് ബിൽഡ് ചെയ്തിരിക്കുന്ന ലെവറേജിൻ്റെ പുറത്താണ്. നമ്മളിപ്പോൾ 30% കാര്യം പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ കടം 60%, ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 60% കടത്തിൽ അവർക്ക് കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടം എന്തിനെടുക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ആക്ഷേപം ഈ കടമെടുക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നില്ല. ഇതും മനസ്സിലുണ്ടായിരുന്നു. കിഫ്ബിക്ക് രൂപം കൊടുത്തപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും ഭരണത്തിൽ വരുമ്പം ഈ കിഫ്ബിക്ക് രൂപം കൊടുത്തപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ വരാൻ പാടില്ല. അതിൻ്റെ കാരണം, ₹1 നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചെലവിന് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് 2 മുതൽ 4 മടങ്ങായിട്ട് തിരികെ കിട്ടും. എന്ന് വെച്ചാൽ ₹1 നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കിയാൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം ₹4 അല്ലെങ്കിൽ 3 മുതൽ ₹4 അല്ലെങ്കിൽ 2 മുതൽ ₹4 വരെ വർദ്ധിക്കും. റെയിൽവേ പോലുള്ള വലിയ പദ്ധതികളാണെങ്കിൽ ₹5 വരെ വർദ്ധിക്കും. അത് പദ്ധതികളുടെ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ ഒരു നാഷണൽ ഹൈവേയോ ഒരു റോഡോ വരുമ്പോൾ ഈസി ആയിട്ട് 2.5 മുതൽ 3.5 വരെ തിരിച്ച് ആ ₹1 കൊണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അത്ര വലിയ എഫക്റ്റാണ് ഈ മൂലധന ചെലവിൽ നിന്ന് കേന്ദ്ര. അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതാണ് വിഷയം. നമ്മളിപ്പം ഒരുപാട് രൂപ കടമെടുത്ത് ഒരുപാട് രൂപ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് കടം കൊണ്ട് ദോഷം സംഭവിക്കും. ഉൽപ്പാദനപരമായിട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കിഫ്ബിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമെടുക്കുന്ന എല്ലാ രൂപ ഓരോന്നും പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും റീപേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് മൊത്തം ഈ ഈ മൂലധന ചെലവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ടൊരു ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ ₹1, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 13,000 കോടി രൂപയാണ് ഒരു സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ മൂലധന ചെലവിന് മാറ്റി വച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഏതാണ്ട് ഒരു 10% ടോട്ടൽ ബഡ്ജറ്റ് 1.5 ലക്ഷം കോടിയാണെങ്കിൽ നമ്മളുടെ കേരള ബഡ്ജറ്റ് അത്രയാണെങ്കിൽ അതിൻ്റെ ഒരു 10% താഴെയുള്ളൂ. അപ്പോൾ 10% താഴെ മാത്രമാണ് ഒരു സാധാരണ സംസ്ഥാന സർക്കാർ ഈ മൂലധന ചെലവിന് ചെയ്യുന്നത്. കിഫ്ബിയോ ആ കിട്ടുന്ന പണം മറ്റേ കിഫ്ബിയുടെ ഇൻറ്റേർണലായിട്ടുള്ള ചിലവ് കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണവും അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്കാണ് വരുന്നത്.